ഹലോ മക്കളെ, അപ്പൊ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പറൊക്കെ കൈ കിട്ടി അതിനെക്കുറിച്ച് താത്വികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ മെനക്കെട്ടിട്ടും എനിക്ക് തീരെ മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള കാരണവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത, അതായത് മാർക്ക് കുറഞ്ഞിട്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന നിങ്ങളെ കൂട്ടുകാരനും കൂട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല ഉത്തരമായിട്ടും പറയാം. ചില ആളുകൾ പറയും നല്ല പേപ്പർ വേണം, നല്ല പെന്ന് വേണം, നല്ല നോട്ട്സ് വേണം, നല്ല ടീച്ചർ വേണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ പറയും. ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ആത്യന്തികമായിട്ട് ഒരു പരീക്ഷയുടെ ഏറ്റവും സുഖകരമായിട്ട് നമുക്ക് എഴുതണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നല്ല ടീച്ചേഴ്സും ഇത്രയും നല്ല പേപ്പറും പെന്നും നോട്ട്സും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ പരീക്ഷ കൃത്യമായിട്ട് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു പക്ഷേ അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഓർമ്മ എന്തുകൊണ്ടാണ് വരാത്തത്, അല്ലെങ്കിൽ ഓർമ്മിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും എന്താണ്, പരീക്ഷ വരുന്ന ഒരു തലേദിവസം അല്ലെങ്കിൽ പരീക്ഷ നാളെയാണെങ്കിൽ ഇന്ന് പഠിക്കുന്ന ശീലമാണ് മിക്ക കുട്ടികൾക്കുള്ളത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എന്നുള്ള ഒരു അർത്ഥം മാത്രമാണുള്ളത്. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, പഠനം എന്ന വാക്കിന്റെ അർത്ഥം പരീക്ഷ എന്നുള്ളത് മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ഓർത്തു വെക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ നമ്മൾ പോകാൻ പോവാണ്. അതിലാദ്യമായിട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് രജിസ്ട്രേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥം. വളരെ കൃത്യമായിട്ട്, വളരെ ഷോർട്ടായിട്ട്, വൃത്തിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് രജിസ്ട്രേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് നല്ല നോട്ട്സ് വേണം, നല്ല ടീച്ചേഴ്സ് വേണം, അതേപോലെ തന്നെ നല്ല പെന്ന്, പേപ്പർ, അതുമായിട്ട് ബന്ധപ്പെട്ട സകല സാധനങ്ങളും ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. റെഡി? ഇനി നമുക്ക് നേരെ രണ്ടാമതായിട്ട് പോകുന്നതാണ് റീടെൻഷൻ എന്ന് പറയുന്നത്. റീടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ച സാധനങ്ങൾ, അതായത് രജിസ്ട്രേഷനിലൂടെ നമ്മൾ പഠിച്ചെടുത്ത പല കാര്യങ്ങളും ദീർഘകാലം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിൽ സ്റ്റോർ വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള പല പ്രോസസ്സുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് റിവിഷൻ നടക്കുന്ന സ്ഥലം ഇതാണ്, എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് നമ്മൾ റീടെൻഷൻ കപ്പാസിറ്റി കൂട്ടിയെടുക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നത്, അത് സൂക്ഷിച്ചു വെക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ റിവിഷൻ നടത്തുന്ന സമയമാണ്. അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പറ്റി ഓർക്കുന്ന സമയം ഇതാണ്. അത്രയും കാലം നമ്മുടെ മനസ്സിൽ നിൽക്കണം. അതിനു വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒന്നാമത്തെ രജിസ്ട്രേഷൻ വൃത്തിയായി കഴിഞ്ഞാലേ റീടെൻഷൻ വൃത്തിയാവുള്ളൂ. ഈ രണ്ട് സാധനങ്ങളും വൃത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള റീകോളിംഗ് നടക്കുന്നുള്ളൂ. അതായത് നമുക്ക് ഈ രജിസ്ട്രേഷനിലൂടെയും റീടെൻഷനിലൂടെയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്പിരിറ്റ് നമ്മൾ റീകോളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരീക്ഷാ പേപ്പറിലേക്ക് എഴുതുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് പല സമയത്തും നമുക്ക് രജിസ്ട്രേഷനുള്ള സമയമില്ല, റിട്ടൻഷനുള്ള സമയമില്ല, നേരെ നമ്മൾ റീകോളിംഗ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന സമയത്താണ് അത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് നമുക്ക് പരീക്ഷയിൽ എഴുതാൻ കഴിയാത്തത്. മക്കൾ മനസ്സിലാക്കുക, സമയമെടുത്ത് അതിനെ കൃത്യമായിട്ട് പഠിക്കുക, അതിനെ ഓർത്തു വെക്കാനുള്ള കോഡുകളും അതേപോലെ തന്നെ ഷോർട്ട് കട്ടുകളും അതേപോലെ തന്നെ റിവിഷൻ സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾ ഏത് സ്റ്റെപ്പിൽ, റീടെൻഷൻ സ്റ്റെപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒതുക്കി വെക്കുക. ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ ഈസി ആയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പ്രോബ്ലവും ഇല്ലാതെ, ഒരു മനപ്രയാസവും ഇല്ലാതെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ ഇതാണ് ശരിക്കും ഒരു പഠനത്തിന്റെ പിറകിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മനഃശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഞാൻ വീണ്ടും പറയാണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ, ചങ്കുകളുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.